ലോക നേതാക്കളുടെ പട്ടികയിൽ ജനങ്ങൾക്ക് പ്രിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. മോദിയുടെ 7 അയൽപക്കത്ത് പോലും എത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോക നേതാക്കളിൽ ഇന്നും ഉന്നതൻ താനാണ് എന്ന ഭാവത്തിലാണ് ട്രംപ് ആകട്ടെ ഓരോ കരുനീക്കങ്ങളും നടത്തുന്നത്. എന്നാൽ അതെല്ലാം ട്രംപിന് വീണ്ടും വീണ്ടും തിരിച്ചടി മാത്രമാണ് നൽകുന്നത്. എന്നാൽ ഇവിടെ ആരുടെ മുന്നിൽ പോലും മുട്ടുകുത്താതെ തന്നെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹത്തിന് വൻ സ്വീകാര്യതയാണ് ജനഹൃദയങ്ങളിൽ ഉള്ളത് എന്നതാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ജനപ്രിയ ലോക നേതാക്കളിൽ ഒന്നാമനായി തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നത്. US ആസ്ഥാനമായുള്ള ഡാറ്റ അനലറ്റിക്സ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സമീപകാല ആഗോള സർവേയിലാണ് മോദി ഏറ്റവും ജനപ്രിയനായ നേതാവ് എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാകട്ടെ 68% അംഗീകാരം, ആ ഒരു നിരക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ സർവേ നടത്തിയ എല്ലാ നേതാക്കളിലും വെച്ച് ഏറ്റവും ഉയർന്നതാണിത്. 2026 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെ ട്രാക്ക് ചെയ്ത ഈ സർവേയിൽ മറ്റ് ലോക നേതാക്കളെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിലെത്തിയിരിക്കുകയാണ്. പ്രതികരിച്ചവരിൽ 26% പേർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിച്ച വ്യക്തികളല്ല. അതേസമയം 6% പേർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഓരോ രാജ്യത്തെയും മുതിർന്നവരിൽ നിന്ന് ശേഖരിച്ച പ്രതികരണങ്ങളുടെ 7 ദിവസത്തെ റോളിംഗ് ശരാശരിയായ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു സർവേ ഫലം സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെയായി തന്നെ അവിടെ സ്വിറ്റ്സർലാൻഡ് പ്രസിഡന്റും 62% അംഗീകാരത്തോടു കൂടി തന്നെ 2ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് 62%മായി 3ാം സ്ഥാനത്തും ഏറ്റവും പിന്നിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണുള്ളത്. ഇറാനിലെ സമീപകാല യുദ്ധത്തെ തുടർന്നുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര നിരക്കാകട്ടെ 39%മായി തന്നെ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ 24%വും ജർമ്മനിയുടെ ഫെഡറിക് മെൻസ് ആകട്ടെ 20%വും നേടി അവിടെ എത്തുകയാണ്. അതേപോലെ തന്നെ മോർണിംഗ് കൺസൾട്ടിന്റെ ആ ഒരു ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ട്രാക്കർ എന്നത് പല രാജ്യങ്ങളെയും ജനാധിപത്യ നേതാക്കളോടുള്ള ജനപ്രിയ ആ ഒരു അതായത് പൊതുജന പ്രിയം അളക്കുന്ന ഒരു തുടർച്ചയായ പ്രൊജക്റ്റാണ്. സമയത്തിനനുസരിച്ചുകൊണ്ട് അംഗീകാരത്തിലേക്ക് മാറ്റങ്ങൾ പിടിച്ചുകെട്ടാൻ ഈ ഒരു നിരന്തരമായ ഡാറ്റ ശേഖരണം അവിടെ നൽകുന്നു എന്നതാണ് മറ്റൊരു സ്ഥിരീകരണം. അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന ഈ വേളയിൽ യുദ്ധത്തിന്റെ പ്രധാന സൂത്രധാരനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ പിന്തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും മോശം നേതാക്കളിൽ ഒരാളായി തന്നെ ട്രംപ് മാറുകയും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ജനപ്രീതി അപ്പാടെ തന്നെ ഇല്ലാതായി തന്നെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ ഇറാൻ യുദ്ധം മാറുകയാണ്. യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചുയർന്നതോടുകൂടി തന്നെ ട്രംപിന്റെ ജനപ്രീതി 36-ൽ നിന്നും 39%ത്തിലേക്ക് താഴുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പൂർത്തിയായ 4 ദിവസത്തെ സർവേ പ്രകാരമാണ് ഈ ഒരു ശതമാന കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ സംയുക്ത ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം പെട്രോൾ വില കുതിച്ചുയർന്നതിനാൽ തന്നെ സമ്പദ് വ്യവസ്ഥയും അതേപോലെ ജീവിത നിലവാരത്തെയും അതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ വീക്ഷണങ്ങൾ ഗണ്യമായി തന്നെ വഷളാകാൻ തുടങ്ങിയിരിക്കുകയാണ്. 2024-ലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രചരണത്തിന്റെ കേന്ദ്ര ബിന്ദു അവിടെ ജീവിത ചിലവ് കുറയ്ക്കുക എന്നതായിരുന്നു. ജീവിത ചിലവ് നിയന്ത്രിക്കുന്ന വിഷയങ്ങളിൽ ട്രംപിന് വെറും 25% പിന്തുണ മാത്രമാണ് ഈ സർവേയിൽ ലഭിച്ചിരിക്കുന്നത്. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളെ രാജ്യത്തെ 29% പേർ മാത്രമാണ് അംഗീകരിക്കുന്നത്. ഇത് ട്രംപിന്റെ 2 ഭരണ കാലയളവിലെയും ഏറ്റവും താഴ്ന്ന നിരക്കാണ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന് ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ റേറ്റിംഗ് ശതമാനമാണിത്. ജീവിത ചെലവിനെ കുറിച്ചുള്ള ആശങ്കകളാണ് ബൈഡന്റെ പരാജയത്തിന് കാരണമൊരുക്കിയിരിക്കുന്നതെന്നും ഊർജ്ജസ്വലമായ ഒരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം കൊണ്ട് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുകയും എന്നാൽ അത് പാലിക്കാൻ തെല്ലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ സർവേ ഫലം കൊണ്ട് ചൂണ്ടിക്കാട്ടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.